വിരുദ്ധ വികാരത്തിനോ ഭരണ തുടർച്ചയ്ക്കാണോ ഇപ്രാവശ്യത്തെ വോട്ട്? അതിപ്പോൾ വോട്ടുകാർക്ക് ഇതൊന്നും ഇപ്പോൾ പറയാൻ പറ്റില്ല. ഭരണ വിരുദ്ധ വികാരമോ അല്ലെങ്കിൽ ഭരണ തുടർച്ചയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇവിടെ നമ്മൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്തിൻ്റെ മതേതരത്വം, മതസൗഹാർദ്ദം, ഇവിടുത്തെ എല്ലാ ജനങ്ങളുടെയും സുഭിക്ഷമായ ആവശ്യമാവുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുക, എല്ലാ നിലക്കും പിന്നോക്കം നിൽക്കുന്നവരെ മുന്നോട്ട് കൊണ്ടുവരിക, പിന്നെ സാമ്പത്തികമായും വിദ്യാഭ്യാസപരമായും ഒക്കെ ഈ ഇവിടുത്തെ ജനങ്ങൾക്ക് എല്ലാ നിലക്കുള്ള ഗുണങ്ങൾ ചെയ്യണവർ, അതുപോലെ ഈ രാജ്യത്തിൻ്റെ മതസൗഹാർദ്ദവും മതസ്നേഹവും ഒക്കെ സംരക്ഷിക്കുക, ഇന്ത്യ രാജ്യത്തിൻ്റെ പാരമ്പര്യം സംരക്ഷിക്കപ്പെടുക. ആ നിലക്കുള്ള ആളുകൾ ആരാണോ അവർ ജയിക്കണം, അവർ ഭരണത്തിൽ വരണം, അധികാരത്തിൽ വരണം എന്നാണ് നമ്മളെ പ്രത്യാശ. അങ്ങനത്തെവർക്കായിരിക്കാം നിലക്കുള്ള ഉദ്ദേശിക്കുന്ന ആളുകൾ വോട്ട് ചെയ്യണത്. അത്രേ പറയാൻ പറ്റുള്ളൂ. ഇപ്രാവശ്യം ഇത് പോളിംഗ് ശതമാനം കൂടും എന്നാണോ, എന്താണ്? അല്ല, അതൊന്നും ഞാൻ ഇപ്പം അതിനെപ്പറ്റി ഒന്നും പറയാൻ പോണില്ല. പോളിംഗ് ശതമാനം കൂടുമില്ലേ, അതൊക്കെ രാഷ്ട്രീയക്കാരാണ് പറയേണ്ടത്. എനിക്കതിനെ പറ്റിയൊന്നും അറിയില്ല.